ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നോട് കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പലരും കമന്റുകളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിനകത്തേക്ക് ക്യാഷ് INR ആഡ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ P2P എങ്ങനെയാണ് ചെയ്യുന്നത്, ബൈനാൻസ് പ്ലാറ്റ്ഫോമിൽ P2P എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി സെല്ലാണ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം സെയിം മെത്തേഡ് തന്നെയാണ് ബൈ ചെയ്യുമ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഇന്നത്തെ ഒരു ഡെയിലി അനാലിസിസ് വീഡിയോയില് എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ പ്രോഫിറ്റും അതുപോലെ ഞാൻ എത്ര എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്തെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം ഇന്നും നിയർലി ഒരു $50 പ്രോഫിറ്റ് കിട്ടി. അപ്പൊ ഞാൻ ഇതിനകത്ത് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് $200 ആണ്. എൻ്റെ ഒരു ക്യാപിറ്റലായിട്ട് ഞാൻ ട്രേഡിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് $200 ആണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം ആ ഒരു എമൗണ്ട് അതിൽ കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് $200 ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അസറ്റ്സ് അല്ലെങ്കിൽ USDT ഏത് അക്കൗണ്ടിലാണ് അല്ലെങ്കിൽ ഏതൊരു വാലറ്റിലാണ് കിടക്കുന്നത് എന്ന് ആദ്യം തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ USDT കിടക്കുന്നത് ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിൽ നിന്ന് ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഫണ്ടിങ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കില്ല. ഫിയറ്റ് ആൻഡ് സ്പോട്ട്, ക്രോസ് മാർജിൻ, ഐസൊലേറ്റഡ് മാർജിൻ എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ആയിരിക്കും കാണുക. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം USDM ഫ്യൂച്ചേഴ്സിലാണ് എൻ്റെ ഇപ്പോൾ USDT കിടക്കുന്നത്. അപ്പൊ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ഫിയറ്റ് ആൻഡ് സ്പോട്ടിലേക്ക് എനിക്ക് എത്ര എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു എമൗണ്ട് അടിച്ചു കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് കൺഫേം കൊടുക്കുക. അപ്പൊ 2 സ്റ്റെപ്പായിട്ടായിരിക്കും നമ്മൾ ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് ഈ ഒരു ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഫിയറ്റ് ആൻഡ് സ്പോട്ടിൽ നിന്ന് ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് നമ്മൾ ആ ഒരു $200 ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അങ്ങനെ 2 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് നമ്മുടെ USDT ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് USDT ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫണ്ടിങ് അക്കൗണ്ടിൽ നിന്ന് മാത്രമേ നമുക്ക് P2P വഴി നമ്മുടെ അസറ്റ്സ് സെല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ബൈയിലായാലും സെല്ലിലായാലും സെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ട്രേഡ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ P2P എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു P2P ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ക്രിപ്റ്റോ ബൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ USDT ബൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ഓർഡർ നമ്പറും ഈ കംപ്ലീഷൻ റേറ്റ് ശ്രദ്ധിക്കുക. എനിക്ക് ഇതുവരെ ബൈനാൻസ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല, ബൈ ആയാലും സെല്ലായാലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ബൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ലിമിറ്റ് നോക്കിയാൽ അറിയാം, സ്റ്റാർട്ടിങ് മുതൽ 50,000 ഒക്കെയാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ ചെറിയ എമൗണ്ട് ഒക്കെയാണ് നമുക്ക് സെല് ചെയ്യാനുള്ളതെങ്കിൽ നമുക്ക് ചെറിയ പ്രൈസിൽ സെല് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടേതായിട്ടൊരു ആഡ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ഈ ഒരു റൈറ്റ് സൈഡിൽ ടോപ്പിൽ മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് പോസ്റ്റ് ന്യൂ ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ ആഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പൊ എന്തായാലും എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ ഒരു 2 കാര്യങ്ങൾ ചോദിക്കുന്നത് I want to buy, I want to sell. അപ്പൊ നിങ്ങൾ ബൈ ചെയ്യുന്നവരാണെങ്കിൽ I want to buy എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രൈസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. USDT ആണ് നമ്മുടെ അസറ്റ്, അതുപോലെ ക്യാഷ് നമ്മൾ INR ആണ് പേ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും ഹയസ്റ്റ് ഓർഡർ പ്രൈസ് കിടക്കുന്നത് 85.08 ആണ്. അപ്പൊ നിങ്ങൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ പ്രൈസിൽ കുറച്ചൊരു പ്രൈസ് അല്ലെങ്കിൽ 85.05 അല്ലെങ്കിൽ 07 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓർഡർ ഇവിടെ ഏറ്റവും ടോപ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം വരുന്ന ആള് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈസ് ഓക്കെ ആയിട്ടുള്ള ആള് നിങ്ങളുടെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് പേയ്മെന്റ് നടത്തി ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ഞാനിവിടെ I want to sell എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. കാരണം എനിക്ക് സെല്ലാണ് ചെയ്യാനുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസറ്റ് USDT ആണ്, INR-ലാണ് നമുക്ക് പേയ്മെന്റ് വേണ്ടത്. ഇവിടെ നോക്കിയാൽ അറിയാം, ലോവസ്റ്റ് ഓർഡർ പ്രൈസ് എന്ന് പറയുന്നത് 85.05 ആണ്. അപ്പൊ എനിക്ക് സെല്ല് ചെയ്യാനുള്ളത് കൊണ്ടും എനിക്ക് ഓർഡർ ബുക്കിൽ ഏറ്റവും ടോപ്പിൽ വരണം എന്നുള്ളത് കൊണ്ടും ഞാൻ ആ ഒരു പ്രൈസിനേക്കാൾ കുറഞ്ഞൊരു പ്രൈസ് ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. ഞാൻ 85.03 എന്ന് പറയുന്ന ഒരു പ്രൈസിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ 85.03 എന്ന് പറയുന്ന ഒരു പ്രൈസിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഫിക്സഡ്, ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഇവിടെ കാണാം. അപ്പൊ നമ്മൾ ഫിക്സഡ് എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഫിക്സഡ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു പ്രൈസ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. നമുക്ക് കാണാം US ഡോളറിന്റെ മൂവ്മെന്റ് അനുസരിച്ച് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഈ ഒരു ഡോളറിന്റെ പ്രൈസ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഫ്ലോട്ടിംഗ് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ എത്രത്തോളം US ഡോളർ ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ മാർക്കറ്റ് ചേഞ്ച് ചെയ്യുന്നു, ചിലപ്പോൾ പെട്ടെന്ന് മാർക്കറ്റ് ഒരു ഡൗൺഫോളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ പറയുന്ന 85 എന്ന് പറയുന്ന പ്രൈസ് ചിലപ്പോൾ 90ലേക്ക് പോയി എന്ന് വരാം. പക്ഷെ നമ്മുടെ പ്രൈസ് അപ്പോഴും ഫിക്സ്ഡ് ആണ് കൊടുക്കുന്നെങ്കിൽ ഈ പറയുന്ന 85 കിടക്കും. പക്ഷെ ഫ്ലോട്ടിംഗ് ആണ് കിടക്കുന്നെങ്കിൽ ഈ ഒരു പ്രൈസ് US ഡോളറിന്റെ പ്രൈസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടെ കൊടുക്കുന്ന പ്രൈസും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്നതാണ്. ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ഇത് ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ സെല് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫിക്സ്ഡ് പ്രൈസിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 85.03 എന്ന പ്രൈസ് ഞാൻ കൊടുക്കുകയാണ്.
എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഇന്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ എമൗണ്ട് നമുക്കറിയാം 200 USDT നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവൈലബിൾ. ഞാൻ ഓൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം നിയർലി 70,000 rupees ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു റേഞ്ച് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും 100 അല്ലെങ്കിൽ 500 ലെവലൊന്നും ആദ്യം മിനിമം എമൗണ്ട് ആയിട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് എത്രയാണ് എമൗണ്ട് വേണ്ടത്, 70,000 ആണ് വേണ്ടതെങ്കിൽ എക്സാക്ട്ലി ആ ഒരു എമൗണ്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ അവിടെ കൊടുക്കുന്നത് 17,000 to 17,006 എന്ന് പറയുന്ന ഒരു പ്രൈസിലാണ് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് പേയ്മെന്റ് മെത്തേഡ്സ് ആഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ പേയ്മെന്റ് മെത്തേഡ്സ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ആദ്യം തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ കുറച്ച് അക്കൗണ്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. UPI, ബാങ്ക് ട്രാൻസ്ഫർ എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഫോൺ പേ. അപ്പോൾ ഞാൻ ഇതിൽ 3 എണ്ണം ഞാൻ ഇവിടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അവർ നമ്മളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ 3 പേയ്മെന്റ് മെത്തേഡ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പേയ്മെന്റ് ടൈം ലിമിറ്റ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ 15 minutes ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് 15 minutesനുള്ളിൽ പേ ചെയ്തില്ലെങ്കിൽ ആ ഒരു ഓർഡർ ക്യാൻസൽ ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻസ് കാണാം, റിമാർക്സും ഓട്ടോ റിപ്ലൈ എന്ന് പറയുന്നത്. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പ്ലീസ് പേ ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്യാണ്. വീണ്ടും നിങ്ങളിവിടെ താഴേക്ക് നോക്കുകയാണെങ്കിൽ കുറെ കണ്ടീഷൻസും അതുപോലെ കുറെ കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. കൗണ്ടർ പാർട്ടി കണ്ടീഷൻസ് ഉണ്ട്, ഹോൾഡിംഗ് മോർ ദാൻ 0.01 BTC, അങ്ങനെ കുറെ ക്രൈറ്റീരിയസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും അതൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ ഓൺലൈൻ ആയിട്ടുള്ള സ്റ്റാറ്റസ് ഓൺലൈൻ ആയിട്ടുള്ള ആളുകളിലേക്കാണ് ഇത് എത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ റൈറ്റ് നൗ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവർ വീണ്ടും ഒരു കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം ഒന്നുകൂടി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാം ഓക്കെ ആണെങ്കിൽ കൺഫേം ടു പോസ്റ്റ് എന്ന് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന്റെ സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് പബ്ലിഷ്ഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് കിടക്കുന്നത് ഞാൻ നേരത്തെ പബ്ലിഷ് ചെയ്യുന്ന ഓർഡർ ആയിരുന്നു, ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ കാണാം ഓർഡേഴ്സ് എന്നുള്ള സെക്ഷനിൽ 1 എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഓൾറെഡി ഒരാൾ നമ്മൾ ഓർഡർ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരാൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോകാം. അതൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എന്റെ ഡീറ്റെയിൽസും അതുപോലെ ആരാണ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ USDT വാങ്ങാൻ പോകുന്നതെല്ലാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചാറ്റ് ബോക്സിനും കൂടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നമുക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 15 minutes ആണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ കാണാം ഈ ഒരു ബയ്യർ പേ ചെയ്തു എന്നാണ് നമ്മളോട് ഓൾറെഡി പറയുന്നത്. അവിടെ നമുക്കൊരു സ്ക്രീൻഷോട്ട് ഒക്കെ അദ്ദേഹം സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നേരെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഫോൺ പേയിലോ UPIയിലോ എവിടെയെങ്കിലും നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുക. ഈ ഒരു എമൗണ്ട് കൃത്യമായ ഒരു എമൗണ്ട് തന്നെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങളൊരു പേയ്മെന്റ് റിസീവ്ഡ് അല്ലെങ്കിൽ നിങ്ങളുടെ USDT റിലീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചെക്ക് ചെയ്തു. എനിക്ക് ഈ ഒരു എക്സാക്ട് എമൗണ്ട് 17,006 എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേയ്മെന്റ് റിസീവ്ഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൺഫേം ചെയ്യേണ്ടതുണ്ട്. ഐ ഹാവ് റിസീവ്ഡ് കറക്റ്റ് എമൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു കോഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു കോഡ് കൂടി നമ്മൾ അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഓർഡർ ഫുൾഫിൽ ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കോഡ് അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പേയ്മെന്റ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കാവുന്നതാണ്. പോസിറ്റീവ് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു എമൗണ്ടിനുള്ള ക്രിപ്റ്റോ നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിലും എക്സാക്ട്ലി സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർഡർ സെക്ഷനിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഓർഡർ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടത് ആ ഡീറ്റെയിൽസ് എല്ലാം ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ UPI ID എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് എത്ര എമൗണ്ടിനാണോ ക്രിപ്റ്റോ വേണ്ടത് ആ ഒരു എമൗണ്ട് സെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ക്രിപ്റ്റോ പേയ്മെന്റ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഞാൻ വളരെ നാളുകളായിട്ട് P2P വഴി ബൈനാൻസിലൂടെ ക്രിപ്റ്റോ ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ എന്തായാലും P2P ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സഹായമായിട്ടുണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്യുകയാണ്. ഞാൻ വീണ്ടും ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിൽ എന്റെ ബാലൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഏകദേശം $200 $207 ആണിപ്പോ നിലവിലുള്ളത്. ബാക്കി എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടെന്ന് നന്ദി. അടുത്ത ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വെയിറ്റ് ചെയ്യുക. താങ്ക് യു.